കുരങ്ങുശല്യത്തിൽ പൊറുതിമുട്ടിച്ച പാറപ്പടവ് പടപ്പേങ്ങാട് നിവാസികൾ കാർഷിക വിളകളും വീട്ടുസാധനങ്ങളും ഉൾപ്പെടെ നശിപ്പിക്കുന്നത് തുടർക്കഥയായതോടെ കുരങ്ങുശല്യത്തിന് പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒറ്റത്തെങ്ങിലും ഒരു കരിക്ക് പോലുമില്ല. കുലച്ച വാഴകളാകട്ടെ വിളവെടുക്കുന്നത് കൂട്ടമായെത്തുന്ന വാനരക്കൂട്ടങ്ങൾ. തേങ്ങകൾ കടയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ. ശല്യം രൂക്ഷമായതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു. ഇനിയും തീർന്നില്ല വാനരക്കൂട്ടങ്ങൾ ഒപ്പിക്കുന്ന വികൃതികൾ. അലക്കി വിരിച്ച തുണികളിൽ ഊഞ്ഞാലാടും. വീട്ടിനുള്ളിൽ കയറി ഭക്ഷ്യവസ്തുക്കൾ വാരി വലിച്ചിടും. കുരങ്ങുശല്യത്താൽ വീടും നാടും വിട്ടുപോകേണ്ട അവസ്ഥയാണെന്ന് പ്രദേശവാസി. കുരങ്ങിൻ്റെ ഭയങ്കര ശല്യം തന്നെ, ഒന്നും വെച്ചക്കുന്നില്ല. എന്നാൽ നമ്മൾ നാടും വീടും വിട്ട് പോണ്ടി വരുന്ന തോന്നുന്നു. ഒരു ഇത്ര പേരുന്ന കുഞ്ഞ് ഈ കരിക്കൊന്നും ആകുന്നില്ല. അങ്ങനത്തെ ഇത് തികച്ചും പറിച്ചിട്ട് കിട്ടും. ഒരു രക്ഷയില്ല. അടുക്കളയിൽ കയറിയിട്ടാണെങ്കിലും എന്നാ കിട്ടുന്ന എല്ലാം ഭാര്യയിട്ട് അവർ തിന്നിട്ട് പോകുന്നു. തുണിയെല്ലാം ആറിയിടാനിപ്പം വാങ്ങില്ല. ആറിയിട്ടാൽ പിന്നെ എല്ലാം എടുത്ത് തൊട്ടിലാടും പോലെ ആടിയിട്ട് അത് ഇല്ല തന്നെ എല്ലാം ഇങ്ങനെ തെരഞ്ഞ് മറിഞ്ഞ് 2 വട്ടം 3 വട്ടം നനക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഒന്നും മുറ്റത്ത് വിടാൻ കഴിയുന്നില്ല. എന്നാ വേണ്ടത്, എന്നാ ചെയ്യേണ്ടത്? കയ്യെങ്കിലും അവരോട് ഇരുങ്ങളൊന്ന് കൊണ്ടുപോയി അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തരാൻ പറയാം. മറ്റെന്നാ പറയേണ്ടത്? ആയിട്ടിങ്ങ പോയെങ്കിൽ ഞങ്ങൾക്കൊരു രക്ഷ. ഒരാഴ്ച നിന്ന് അത്രപ്പോലും നമുക്കൊരു ഗുണമുണ്ടാകും. ഞങ്ങളെ തന്നെ കുരങ്ങുകൾ കൊണ്ടുപോകുമെന്ന സ്ഥിതിയായെന്ന് നാട്ടുകാരൻ. കുരങ്ങിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് നമുക്ക്. പടപ്പേങ്ങാടാണ് ഇവിടെ. നമ്മൾ തന്നെ കൊണ്ടുപോകുമെന്നല്ലേ പറയാൻ കഴിയില്ല എന്നതാണ്. തെങ്ങിൻ്റെ വീട്ടിലൊന്നും തേങ്ങയൊന്നുമില്ല. വേറെ വാഴ എല്ലാം തന്നെ. വർഷങ്ങൾക്ക് മുൻപ് വനം വകുപ്പ് കൂടുകൾ സ്ഥാപിച്ച് ഏതാനും കുരങ്ങുകളെ പിടികൂടിയിരുന്നു. ഏറെ വൈകാതെ ശല്യം വർദ്ധിച്ചു. കുരങ്ങ് ശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ വനം വകുപ്പ് ഇടപെട്ട് കൂടുകൾ സ്ഥാപിച്ച് ഇവയെ പിടികൂടണം. അതിനുള്ള നടപടികൾ വേഗത്തിലുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പടപ്പേങ്ങാട് നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.